ഇടുക്കി മാങ്കുളത്ത് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കം. പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തോടനുബന്ധിച്ചുള്ള പവലിയൻ നിർമ്മാണത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. കയ്യേറ്റം പരിശോധിക്കാൻ എത്തിയെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്താണ് ഈ തർക്കത്തിലേക്കൊക്കെ നയിച്ച സംഭവങ്ങളുടെ കാരണം? വേണു, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ മാങ്കുളത്ത് സംഘർഷ സാധ്യത ഉണ്ടായത്. അത് പ്രധാനമായും മാങ്കുളം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാച്ച് ടവറുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് അത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ഈ തർക്കത്തിലേക്ക് നയിച്ചത്. തുടർന്ന് അവിടെ വലിയ സംഘർഷ സാധ്യതയുണ്ടായി. നാട്ടുകാരും വനംവകുപ്പും തമ്മിലായിരുന്നു സംഘർഷം. ഇതിനിടയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നാണ് നാട്ടുകാർ ആരോപിച്ചത്. വനംവകുപ്പ് തിരിച്ചും ആരോപിക്കുന്നു. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ ഒരു കാരണവുമില്ലാതെ നാട്ടുകാർ ആരോപിച്ചുവെന്ന വനംവകുപ്പും പറയുന്നുണ്ട്. ഈ പരിക്കേറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീടാണ് സംഘർഷം കുറച്ചും കൂടി വഷളായത്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ മാങ്കുളം ടൗണിൽ വെച്ച് തടഞ്ഞു. അവരുടെ വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വാഹനങ്ങൾ വിടില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിലവിൽ അതൊരു സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഏറെക്കുറെ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം തുടരും എന്നാണ് നിലവിൽ മാങ്കുളത്തെ നിവാസികൾ അറിയിക്കുന്നത്. വേണു. വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.